അപ്പോട്ടാ ഇവിടെ കുറച്ച് ഗോൾഡൻ ക്യാഷും ഉണ്ട്. നമുക്കേ കാനറ ബാങ്ക് വരെ ഒന്ന് പോകാം. അതെല്ലാം ലോക്കർ വെക്കണം. അതുവഴി അപ്പോട്ടിനെ 2 ജോഡി ഡ്രസ്സും എടുക്കാം. പോകാം, അതിനെന്താ, ഞാൻ റെഡിയാ. അപ്പോട്ടാ 1 മിനിറ്റ്, ഞാൻ ഈ ഗോൾഡൻ ക്യാഷ് ഒന്ന് എടുത്തോട്ടെ. അമ്പിളി, നിന്റെ വീട്ടിൽ പറ്റിക്കൂടിയിരിക്കുന്ന കള്ളം കേശവനാ. രാവിലെ ഞാൻ അവനെ അവിടെ വെച്ച് കണ്ടു. ശരി അച്ഛാ, ഞാൻ ശ്രദ്ധിച്ചോളാം. അപ്പോട്ടാ ഞാൻ അലമാരി വെച്ചിരുന്ന ഗോൾഡൻ ക്യാഷും കാണുന്നില്ലല്ലോ. ഞാനടുത്ത കാറിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് പോകാം. ശരി അപ്പോട്ടാ, ഞാനിപ്പോ വരാം. പാറു, നീ ആ ക്യാഷും ഗോൾഡുമായിട്ടേ എത്രയും വേഗം മാങ്കുളത്തേക്ക് വാ. ആരും അറിയണ്ട. എന്താ പോട്ടാ, കുഴപ്പമായോ? ശരി, ഞാനിപ്പോ വരാം. ശരി, കാറിലോ ഞാനിപ്പോ കൊണ്ടുവന്ന് വെക്കാം. അതെല്ലാം ഞാൻ പറയാം. വെച്ചോ വെച്ചോ. അപ്പോട്ടൻ ആരെയാ വിളിച്ചത്? സജീവനെ എന്നെ വിളിച്ചത്. അവൻ എന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന്. എന്തോ ക്യാഷിന്റെ സ്വർണത്തിന്റെ കാര്യം പറഞ്ഞു കേട്ടല്ലോ. അതെ, സജീവിന്റെ മോളുടെ കല്യാണത്തിന്റെ സ്വർണമൊന്നും ശരിയായിട്ടില്ലെന്ന് പറഞ്ഞത്. എന്റെ അലമാരിരുന്ന സ്വർണവും ക്യാഷും അപ്പോട്ടന്റെ കാറിലുണ്ടെന്നല്ലേ പറഞ്ഞ? എന്നാലും ഒന്ന് കാണിച്ചു, ഞാനൊന്ന് കാണിച്ചു. അത് ബാങ്കിൽ ചെല്ലുമ്പോൾ കാണിക്കാം, പോരെ? അത് പോരാ, എനിക്കിപ്പൊ കാണണം. ഇതിലെന്തോ ചതിയുണ്ട്, എനിക്കതറിയണം. ഈ കള്ളം കേശവൻ നിങ്ങളാണോ? അച്ഛാ, ഇവന്റെ കാര്യമാണ് ഞാൻ രാവിലെ വിളിച്ചു പറഞ്ഞത്. ഇവൻ നാട്ടിലറിയപ്പെടുന്ന കള്ളനല്ലേ? ഇവന്റെ പേരാണ് കള്ളൻ കേശവൻ. അല്ല, അവനെ കക്കാൻ വിടുന്ന അവന്റെ ഭാര്യയാണ്. അവനാണ് ആദ്യം തല്ലാൻ. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. എന്റെ ഭാര്യയെ പറ്റി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, പറഞ്ഞാൽ എന്ത് ചെയ്യൂടാ? ആണുങ്ങളെ പോലെ വേലെടുത്ത് ജീവിക്കാൻ നോക്കടാ. കക്കാൻ നടക്കണം. മോളെ, നീ പോലീസിനെ വിളിക്ക്. ബാക്കി കാര്യം ഞാൻ ഏറ്റും. അമ്പളി, പോലീസിനെ വിളിക്ക്. എന്നിട്ട് 2 വിലങ്ങ് കൊണ്ടുവരാൻ പറ. ഒന്ന് എനിക്കും ഒന്ന് തനിക്കും. നീ കണ്ടോ ആരുടെ കയ്യിലാ വിലങ്ങ് വീഴുന്നതെന്ന്? കഴിഞ്ഞ ദിവസം വന്നപ്പോ നീ എന്നെ അരിഞ്ഞുകളയെന്ന് പറഞ്ഞു. നീ എന്നടാ പൂച്ചപ്പോലെ ഇരിക്കുന്നത്? നിന്റെ വായി നാക്കില്ലടാ. വേണ്ടച്ചാ, പോലീസും കോടതിയൊന്നും വേണ്ട. വിദേശത്ത് ജോലി ചെയ്യുന്ന ആണുങ്ങളുടെ ഭാര്യമാരെ സ്നേഹം നടിച്ച് സ്വർണവും പണവും കൈക്കലാക്കുന്ന തന്നെ പോളർ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അമ്പളി എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞോളൂ, എനിക്ക് ഒരു പരാതിയുമില്ല. ഞാൻ ആരുടെയും ഒന്നും മോഷ്ടിച്ചിട്ടില്ല. നിങ്ങളുടെ സ്വർണവും പണവും കാരണത്തിൽപ്പെട്ടു. സംശയം ഉണ്ടെങ്കിൽ വന്ന് നോക്കൂ. വേണ്ട, ഞാൻ ചെന്ന് എടുത്തോണ്ട് പോരാ. തുറന്നു നോക്കിക്കോളൂ. ലോക്കറി വെക്കുകയോ അലമാരി വെക്കുകയോ എന്താണ് ചെയ്തത്?
അമ്പിളി, നീ എന്നെ കള്ളനാക്കി. വീട്ടിൽ നിൽക്കുന്നത് കള്ളം കേശവനാണെന്നും സൂക്ഷിക്കണമെന്നും പറഞ്ഞപ്പം ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. എടീ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇവൻ ഈ നാട്ടിൽ കയറാത്ത ഒരു വീട് പോലും ഇല്ല. പോലീസുകാരുടെ നാട്ടുകാർ എന്തോരം ഇടികൊണ്ടിട്ടുണ്ടെന്നറിയോ? എടോ പരട്ടക്കളവാ, ഞാൻ തന്റെ വീട്ടിൽ നിന്ന് വന്ന് എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ? കൂടുതൽ എന്നെ കൊണ്ടൊന്നും താൻ പറയിപ്പിക്കരുത്. എന്റെ വീട്ടിൽ നിന്നൊന്നും കെട്ടിട്ടില്ല. നീ വടയാറ്റും തോട്ടകത്തും വൈക്കത്തും നീ നട്ടപ്പോഴേ നിന്നെ പോലീസ് പിടിച്ചില്ലേ? അന്ന് എന്റെ കൂടെ താനുമില്ലായിരുന്നോ? കട്ടതിന്റെ പകുതി നീയല്ലാടാ കൊണ്ടുപോയത്. താനല്ലോടെ എന്നെ കക്കാൻ പഠിപ്പിച്ചത്, എന്നിട്ടൊരു പുണ്യാളം ചമയുന്നു. ഞാൻ ഈ കേട്ടത് ശരിയാണോ? അച്ഛൻ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? പന്നിക്കോട്ട് അമ്മയാണ്, എനിക്കിതിലൊരു പങ്കുമില്ല. എടാ പട്ടി, ഞാൻ നിന്നെ കക്കാൻ പഠിപ്പിച്ചത് എന്താ? ഉള്ളത് പറഞ്ഞാൽ ആർക്കും പിടിക്കുകയില്ല. കട്ട മുതലിന്റെ പകുതി കൊടുക്കാതെ ഇരുന്നപ്പം അയാൾ എന്റെ ശത്രുവായി. മരങ്കറി പോക്കർത്ത പറഞ്ഞ നിന്നെ നിന്റെ കുടുംബത്തെ ഞാൻ കത്തിച്ചു കളയുവാ. എടി മോളെ, പോലീസിനെ വിളിക്കടി. ഇതാറി അകത്ത് കിടക്കട്ടെ. ഞാൻ എന്തൊക്കെയാ അച്ഛായി കേൾക്കുന്നത്? ഒന്നുമില്ലാതെ അപ്പൂട്ടൻ ഇങ്ങനെ പറയൂ? അത് ശരി, ഇതാണല്ലേ നിന്റെ അപ്പുവേട്ടൻ. ഇപ്പൊ എനിക്ക് ഏറെക്കുറെ പിടുത്തം കിട്ടി. നിങ്ങൾ വാണേനും വാണിയത്തെയും കളിക്കും അല്ലേ? കൊടുത്തോ നിർത്താൻ. അച്ഛന് പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ അത് എന്നോട് പറയാറുന്നില്ലേ? എന്തിനാ ഈ നാണംകെട്ട പരിപാടിക്ക് പോയത്? എടി ചൊറിയണ വർത്താനം പറയരുത്. ഞാൻ അല്ലടി കള്ളൻ, അത് നിന്റെ തന്തയാ. അവനോട് പോയി ചോദിക്കൂ. കണ്ടോ അമ്പിളി, ഇയാളെ കാര്യം പറയുമ്പോൾ തന്തയ്ക്ക് വിളിക്കണത്. ഇയാൾക്ക് പണ്ടേ ഉള്ളതാ. എന്തെങ്കിലും കാര്യം പറഞ്ഞു അപ്പൊ തന്തയ്ക്ക് വിളിക്കും. എന്റെ തന്തയ്ക്കെങ്ങാനും ആണ് വിളിച്ചിരുന്നെങ്കിൽ അത് പളയ്ക്കാൻ കത്തിയിരിക്കണം. ഈ വയസ്സാം കാലത്ത് ഇയാൾക്ക് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കാണിക്കുന്ന സ്വഭാവം അച്ഛന് പണ്ടേ ഉള്ളതാ. എന്തിനാ എന്റെ തന്തയ്ക്ക് വിളിച്ചത്? എപ്പോ വിളിച്ച്? കുഞ്ഞ പറയാത്ത കാര്യം പറഞ്ഞെന്ന് പറയരുത്. ഞാൻ നിന്റെ തന്തയ്ക്ക് വിളിച്ചിട്ടില്ല, ഇനി വിളിക്കുകയില്ല. ഇതാണ് ഇയാളുടെ കുഴപ്പം. ഇപ്പൊ പറഞ്ഞതൊന്നും ഇയാള് പിന്നെ പറയുകയില്ല, പറഞ്ഞതൊന്നും ഇയാള് സമ്മതിക്കുകയില്ല. ചെറിയൊരു വട്ടിന്റെ ലക്ഷണമുണ്ട്. എനിക്കല്ല വട്ട്, അത് നിന്റെ തന്തയ്ക്കാ. നിന്റെ തന്തേനെ ഞാൻ ഊളംപാറ കൊണ്ടിടും. എന്താ, നമുക്ക് ഊളംപാറയ്ക്ക് പോകണ്ടേ? ഒരു ചെമ്പരത്തിപ്പൂവിന്റെ കുറവ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ശരിയാ. പൂവണ്ട നിന്റെ മറ്റവ് കൊടുക്ക്. ഇനി ഞാൻ ഇവിടെ ഒരു കൊലപാതകം നടക്കും. അതുകൊണ്ട് ഞാനങ്ങ് പോവുക. പൊക്കോ, തന്നെ ഞാൻ കത്രിക പൂട്ടിട്ട് പൂട്ടിയില്ലെങ്കിൽ എന്റെ പേര് അപ്പു എന്നല്ല. സത്യത്തിൽ നിന്റെ അച്ഛന് വാ, ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. പോക്ക് അങ്ങോട്ടടി. പണ്ട് പുള്ളി ഭയങ്കര പക്ക ഡീസന്റ് ആയിരുന്നു. ഞാൻ അപ്പുവേട്ടനെ പല പ്രാവശ്യം വിളിച്ച് കാണാഞ്ഞത് കൊണ്ട് വന്നതാ. എന്താ രണ്ടുപേരും കൂടി ഗംഭീര ചർച്ചയിലാണല്ലോ, ഞാനും പങ്കെടുക്കട്ടെ? ഒന്നുമില്ല ചേച്ചി, അപ്പോട്ടന്റെ തീരെ സാഹസിക കഥ പറയുമായിരുന്നു. എന്തിനാ പാടോ നീ ഇങ്ങോട്ട് വന്നത്? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ല. അമ്പിളി, ഞങ്ങൾ പോകുക. രാവിലെ അച്ഛൻ അപ്പോട്ടൻ കള്ളം കേശവനാന്നും പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ചു. അതാ. എന്റെ പൊന്നമ്പിളി, അച്ഛൻ പറഞ്ഞത് ശരിയാ. അപ്പുവേട്ടനെ പൊന്നുള്ള വേറൊരാള് കൂടിയുണ്ട്. കണ്ടാൽ ഇരട്ടകളാണെന്നേ തോന്നുന്നു. ഞാനൊരു ദിവസം മാർക്കറ്റിൽ വെച്ച് അപ്പുവേട്ടാന്ന് വിളിച്ച് ചമ്മി നാണം കെട്ടു പോയില്ലേ. ഇതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നത്? ഇവൾക്ക് എന്നെ സംശയ. അമ്പിളി ഈ നാട്ടിൽ പുതിയ താമസക്കാരിയല്ലേ, അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? ഞാൻ അപ്പോട്ടനെ വല്ലാതെ തെറ്റിദ്ധരിച്ചു, എന്തൊക്കെയോ പറഞ്ഞു. പാവം, ക്ഷമിക്കൂ കേട്ടോ. അതൊന്നും സാരമില്ലെന്നേ, തെറ്റാർക്കായാലും പറ്റും. അതിനിത്ര സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അവിടെ മോള് തനിച്ച, ഞാൻ പോട്ടെ കേട്ടോ. നമ്മൾ സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. പാവ, ചായ കുടിക്കാം. അതൊന്നും സാരമില്ല മോളെ, ഇനി വരുമ്പോഴാകാം.
സജീവ, നിനക്കെന്നെ മനസ്സിലായോ? ഞാൻ എന്തിനാ വന്നതെന്ന് നിനക്കറിയാമോ? അറിയാം. 20 പവന്റെ സ്വർണം നിന്റെ മോളുടെ കല്യാണത്തിന് വേണം, അത്രയല്ലേ ഉള്ളൂ. എടാ, നിന്റെ മോൾ എന്റെയും മോളല്ലേടാ, ഞാൻ തരാം സ്വർണം. നീ തരുമല്ല സ്വർണം. സജീവ, കൈയെടുക്ക്, കൈയെടുക്കാൻ. സ്വർണം കിട്ടിയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നു കുഴിച്ചു മൂടും, അറിയാമോ? എന്നാ നീ മേടിക്കാൻ മേടിക്കണം. നീ എന്നെ തല്ലിയല്ലേ? നിന്റെ ഗുണ്ടായുസം ഒന്നും എന്നോട് വേണ്ട. നിന്നേക്കാൾ വലിയ ഗുണ്ടായുസം എനിക്കറിയാം. എടാ പട്ടി, എന്റെ കാശ് തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്റെ മോളുടെ കല്യാണം നടക്കാതെ വന്നാൽ പിന്നെ നീ ജീവനോടെ ഉണ്ടാവില്ല. സജീവ, കൈയെടുക്ക്. സത്യം ഇവിടെ ഞാൻ പറയുന്നത് നീ കേക്ക്. അമ്പിളി വന്ന് ചോദിച്ചാൽ നീ എന്നെ കാണാൻ വന്നതെന്ന് മാത്രം പറയൂ. ഓക്കെ? ആ, ഇതാര് സജീവനോ? കല്യാണമെല്ലാം ഇങ്ങനെ എടുത്തല്ലോ. എന്താ വിശേഷിച്ച്? ഞാൻ അപ്പുവിനെ ഒന്ന് കാണാൻ ചെന്നതാ. വീട്ടിൽ ചെന്നപ്പോൾ പാറു പറഞ്ഞ് ഇവിടെ കാണും, അതാ ഇങ്ങോട്ട് വന്നു. അമ്പിളി, നീ ഒരു കാര്യം പറയാം. അതെ, സജീവൻ വന്നത് അവന്റെ മോളുടെ കല്യാണമാണ്. സ്വർണം മേടിക്കാൻ വെച്ചിരുന്ന പൈസ എന്ന് പറയുന്നത് ചിട്ടി പിടിച്ച ചെട്ടിക്കാരൻ മുങ്ങി. അവൻ ആകെ കഷ്ടത്തിൽ. അപ്പം അമ്പിളിയോട് ഒന്ന് ചോദിക്കാവുന്ന എന്നോട് ചോദിച്ചു. അവന് നേരിട്ട് ചോദിക്കാൻ ബുദ്ധിമുട്ട്. അയ്യോ പാവം, ഇനി എന്ത് ചെയ്യും? കഷ്ടമായിപ്പോയി. ഈ ചെട്ടിക്കാരൊക്കെ തല്ലിക്കൊള്ളണം, അതാ വേണ്ടത്. അമ്പിളി, 25 പവൻ അവന് വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യും? അതിനെന്താ, കൊടുക്കാലോ. ഒരു പെങ്കൊച്ചിന്റെ കാര്യമല്ലേ. ഇതാ പോട്ടെ. സജീവ, നീ ചോദിച്ച സ്വർണം മുഴുവനുണ്ട്. മോടെ കല്യാണം നടക്കട്ടെ. വളരെ സന്തോഷം. ഞാനിതിനൊക്കെ എങ്ങനെ നന്ദി പറയേണ്ടെന്ന് അറിയില്ല. എടാ, നീ എന്നോടല്ലടാ നന്ദി പറയണം, നീ അമ്പിളിയോടാ നന്ദി പറയണം. അമ്പിളി, വളരെ ഉപകാരം. ഞാൻ ഇറങ്ങട്ടെ. ആ പിന്നെ തലേ ദിവസത്തെ കല്യാണത്തിന് വരണം തീർച്ചയായിട്ടും കേട്ടോ. അപ്പോഴേ എങ്ങോട്ടാ? ഇത് 25 പവനുണ്ട്. അതിൽ 20 പവൻ എടുത്തിട്ട് 5 പവനും 10 ലക്ഷം രൂപയുടെ ബാക്കി പൈസയും കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എന്നെ ഏൽപ്പിക്കണം. പറഞ്ഞ കേട്ടല്ലോ, എത്തിക്കും. കള്ളന് കഞ്ഞി വെച്ചവൻ അവനൊക്കെ. ആ പാവം പെണ്ണിനെ പറ്റിക്കുക കിടന്നുണ്ട്. ഇവനൊക്കെ എന്നാ പരുവെന്ന് അറിയാൻ മേല. ദൈവമേ, കഷ്ടം. ഓരോരോ ഗതികേടുകളെ ഇവൻ്റെയൊക്കെ തല വെച്ചതാണല്ലോ. ദൈവമേ, അവൻ എൻ്റെ അടുത്താ കളി.